ഈ ഗ്രന്ഥത്തോടുള്ള ഒന്നാമത്തെ കടമ എന്താ? ഉമ്മമാരെ, ഉപ്പമാരെ, നമുക്കുള്ള കടമ എന്ത്? ആ കടമ നമ്മുടെ മക്കൾക്കുമുണ്ട്, അവരുടെ മക്കൾക്കുമുണ്ട്, നമ്മുടെ കുടുംബത്തിനുണ്ട്. അതെന്താണ് ആദ്യം ചെയ്യേണ്ടത്? തിലാവത്താണ് ആദ്യം പഠിക്കേണ്ടത്. അതിന് ഖുർആൻ വായിക്കാനാണ് ആദ്യം അറിയേണ്ടത്. സഹാബത്ത് ആദ്യം പഠിച്ചത് വായനയാണ്. അതിനബി തങ്ങൾ എങ്ങനെ വായിക്കണം എന്ന് അള്ളാന്റെ റസൂലിന്റെ തിരുനാവിൽ എന്ന് അവരാദ്യം കേട്ടു. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി. അള്ളാന്റെ ആയത്തുകൾ ആ നബി അവർക്ക് ഇങ്ങനെ ഓതി കേൾപ്പിച്ചു കൊടുക്കുകയാണ്. സഹാബത്ത് ഇങ്ങനെ ഖുർആൻ കേൾക്കുമ്പോ എന്താണ് അവരുടെ ഒരു ശ്രദ്ധ? അവരെങ്ങനെ കണ്ണും കാതും കൽബും അതിലേക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ഓത്ത് മാത്രമല്ല അവര് പഠിച്ചത്, ഓതി അവർക്ക് കിട്ടുന്നതൊക്കെ കഴിയുന്നത്ര അവർ മനഃപ്പാഠമാക്കും. എനിക്കെത്രയാണോ മനഃപ്പാഠമാക്കാൻ കഴിയുക അത് ഞാനും ചെയ്യുക. ഖുർആനിൽ നിന്ന് ഒരു സൂറത്തെങ്കിലും മനഃപ്പാഠമാക്കാൻ കഴിയുമോ? ഒരു ദിവസം ഒരു ചെറിയ സൂറത്ത്, ഒരായത്തെങ്കിലും നമുക്ക് വായിക്കാൻ കഴിയുമോ? അത് നമ്മുടെ ഏറ്റവും വലിയ വിജയത്തിലേക്കുള്ള ഒന്നാമത്തെ കോണിപ്പടി കയറലാണ്. ആദ്യമൊന്ന് വായിക്കാൻ പഠിക്കൂ പ്രിയമുള്ളവരെ. നമ്മൾ ഖുർആൻ തല ദീപ് തല ഖുർആൻ സമ്മേളനത്തിൽ നിന്നാണ് ഇനി പിരിഞ്ഞു പോകുന്നത്. ഇവിടെ ഞാൻ കഴിച്ചുകൂട്ടിയിട്ട് എനിക്കെന്ത് കിട്ടി എന്ന ചോദ്യത്തിന് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോ പ്രിയപ്പെട്ടവരെ, നമ്മളൊരു പ്രതിജ്ഞ എടുക്കണം. ഇല്ല, ഈ ഖുർആനുമായി ഇത്ര കാലം ഞാൻ അവഗണനയോടെ ജീവിച്ചു, ഇനി അങ്ങനെയില്ല. ഈ ഗ്രന്ഥം വായിക്കാൻ എനിക്കറിയാമോ? ഒന്നിവിടെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളും ഒന്ന് സ്വന്തത്തോട് ചോദിക്കുക ആത്മാർത്ഥമായി. മറ്റാരോടും ചോദിക്കണ്ട, ഞാൻ എന്നോട് ചോദിക്ക്. എനിക്ക് ഈ ഗ്രന്ഥം വായിക്കാൻ അറിയാമോ? ഒരു കാര്യം മനസ്സിലാകണമെങ്കിൽ അതൊന്നാദ്യം തെറ്റുകൂടാതെ വായിക്കാനല്ലേ പഠിക്കേണ്ടത്. പത്രം വായിക്കാറില്ലേ നിങ്ങള്? പല പുസ്തകങ്ങളും വായിക്കാറില്ലേ? അത് വായിക്കാൻ അറിയില്ലെങ്കിൽ അതിന്റെ അകത്ത് പറഞ്ഞതെന്താ എന്ന് തിരിയുമോ? ആദ്യം വേണ്ടത് വായിക്കാൻ പഠിക്കലല്ലേ? അതുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ എനിക്ക് തെറ്റുകൂടാതെ വായിക്കാൻ അറിയാമോ? ഇവിടെ കൂടിയ മുഴുവൻ ആളുകളും സ്വന്തത്തോടൊന്ന് ചോദിക്ക്. ഞാൻ പറയും എനിക്ക് വായിക്കാനൊക്കെ അറിയാം, പക്ഷേ ഒരാളുടെ മുമ്പിൽ എനിക്കത് വായിക്കാൻ കഴിയുമോ? നമ്മൾ ഖുർആൻ സ്വന്തം വായിക്കുമ്പോ ആരും കേൾക്കാതെയല്ല വായിക്കേണ്ടത്, നമ്മളെ തന്നെ കേൾപ്പിക്കണം, മറ്റുള്ളവരും കേൾക്കണം. അങ്ങനെ കേട്ടിട്ട് ആ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ നന്നായി. തുടക്കകാലത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വിശ്വസിച്ച മുമ്പന്മാരിൽ വ്യക്തിയല്ലേ. അദ്ദേഹം കേട്ട ഖുർആൻ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഉറക്കബോധുമ്പോ മനോഹരമായ പാരായണം കേട്ടുകൊണ്ട് ഖുർആൻ കേൾക്കരുതെന്ന് തീരുമാനിച്ചിരുന്ന ഇരു ചെവികളിലും വിരൽ തിരികെ വെച്ചുകൊണ്ട് ഇത് കേട്ടുകൂടെന്ന് പറഞ്ഞ, കേൾക്കരുതെന്ന് പറഞ്ഞ ആളുകൾ പോലും ആ വലിയ മനോഹരമായ മാസ്മരിക ശക്തിയുള്ള പാരായണം കേട്ട് ഇരുട്ടത്തിങ്ങനെ പാത്തും പതുങ്ങിയും നിന്നുപോയി. അതീ ഗ്രന്ഥത്തിന്റെ മഹത്വമാണ്. അതുകൊണ്ട് സ്വന്തം വായിക്കാൻ അറിയണം. ഒരു ഇമാമത്ത് നിൽക്കേണ്ടി വന്നാൽ ഒന്ന് നിസ്കരിക്കാൻ അറിയണം. കുടുംബത്തിൽ അത് പാരായണം നടക്കണം. നമ്മുടെ ഭാര്യ അത് കേൾക്കണം, ഭർത്താവ് കേൾക്കണം, നമ്മുടെ മക്കള് കേൾക്കണം. അങ്ങനെ നമ്മുടെ വീട്ടിലിങ്ങനെ ഖുർആനിന്റെ ശബ്ദം ഇങ്ങനെ, എന്റെ ഉപ്പ ഖുർആൻ ഓതുന്നത് കേൾക്കുകയാണ്, ഉമ്മ ഖുർആൻ ഓതുന്നത് കേൾക്കുകയാണ്, മക്കള് ഖുർആൻ ഓതുന്നത് ബാപ്പ കേട്ട് ആസ്വദിക്കുകയാണ്, ഉമ്മ കേൾക്കുകയാണ്. ആ ഒരു രീതിയിലല്ലേ നമ്മുടെ മുൻഗാമികൾ ഈ ലോകത്ത് ജീവിച്ചത്. അങ്ങനെ ഖുർആനിന്റെ ശബ്ദം മുഴങ്ങുന്ന വീടുകൾ, അങ്ങനെ പാരായണം നമ്മൾ പഠിച്ചിട്ടുണ്ടോ? അത് പഠിക്കാനുള്ള സംവിധാനം ഓരോ ദ്വീപിലും വേണം. ഖുർആൻ വായിക്കാൻ അറിയാതെ മരിച്ചുപോയാൽ എന്ത് പറയും നമ്മൾ മലക്കുകളുടെ ചോദ്യത്തിന്? ആഖിറത്തിലെത്തുമ്പോ ഈ ഗ്രന്ഥത്തെക്കുറിച്ച് എന്ത് പറയാനാ പ്രിയമുള്ളവരെ? അതുകൊണ്ട് ആദ്യം പഠിക്ക്, വായന പഠിക്ക്. വായന പഠിക്കണം. ഒന്നാമതായി തെറ്റുകൂടാതെ വായിക്കാൻ പഠിക്കണം. വായിക്കാൻ പഠിക്കുന്നതോടൊപ്പം എത്രയാണോ കഴിയുക, കുറഞ്ഞ തോതിലാണെങ്കിലും മതി, തുടക്കത്തിൽ മനഃപ്പാഠമാക്കാൻ നോക്കുക. സൂറത്തുൻ നാസ് മുതൽക്ക് അങ്ങോട്ട് കൊച്ചു കൊച്ചു സൂറത്തുകൾ അങ്ങനെ മുകളിലേക്ക്
മനപ്പാടമാക്കാൻ ശ്രമിക്കുമ്പോ പ്രിയമുള്ളവരെ, ഈ ഹൃദയത്തിൽ ഇങ്ങനെ ലൈറ്റ് കത്തി തെളിയുകയാണ്. ഒരായത്തതിന്റെ അകത്തേക്ക് കയറുമ്പോഴേക്ക് അതിന്റെ സമാധാനം വർദ്ധിക്കുകയാണ്. ഹൃദയത്തിന്റെ കറകൾ അങ്ങ് നീങ്ങുകയാണ്. ഈ കൽബെന്ന് പറയുന്നത് ഇരുട്ട് നിറഞ്ഞ കൽബുകളാണ്. ആ കൽബിന്റെ അകത്തേക്കുള്ള പ്രകാശമാണ് ഓരോ വചനങ്ങളും. ഇത് നൂറാണ്. അള്ളാന്റെ കിതാബ് നൂറാണ്. അത് പ്രകാശമാണ്. അത് ഹൃദയത്തിലേക്ക് ഇങ്ങനെ ചെല്ലുമ്പോ അവിടെ ഇങ്ങനെ അസൂയ എന്ന രോഗം മാറുകയാണ്. അഹങ്കാരമെന്ന രോഗം മാറുകയാണ്. മനസ്സമാധാനമില്ലായ്മ എന്ന ടെൻഷൻ എന്ന് പറയുന്ന ആ രൂപത്തിലുള്ള അസുഖം മാറുകയാണ്. പല രോഗങ്ങൾക്കും പരിഹാരമാണ് ശിഫാഉൽ ലിമാ ഫിസ് സുദൂർ. ഹൃദയങ്ങളെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന പലവിധ രോഗത്തിനുള്ള ശമനൌഷധമാണ്, മരുന്നാണ്, ശിഫയാണ് ഖുർആൻ.